നാം നമ്മുടെ മരണമാകുന്ന ദിവസത്തില് ഒരു ഇന്റർനെറ്റ് ഇല്ലാത്ത, കണക്ഷൻ ഇല്ലാത്ത, അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത ഇരുട്ടിന്റെ കേന്ദ്രമായ ഖബറിൽ നമ്മൾ പോയി കിടക്കേണ്ടതുണ്ട്. എന്നാൽ ആ ഖബറോടുകൂടി അവസാനിക്കുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ലോകാവസാനം സംഭവിക്കുന്നതോടുകൂടി പിന്നീട് അല്ലാഹു തആല ഈ ഖബറിലുള്ള സകല ആളുകളെയും പുനരുദ്ധാന നാളിലേക്ക് കൊണ്ടുവരികയാണ്. സഹോദര, ജപ്പാനിൽ സുനാമി ഉണ്ടായി, അതിനു മുമ്പിൽ ഇന്തോനേഷ്യയിൽ സുനാമി ഉണ്ടായി. പടച്ചതമ്പുരാൻ അനുഗ്രഹമല്ലേ ഈ കടൽ എന്ന് പറയുന്നത്. ഈ കടലോര പ്രദേശത്ത് ജീവിക്കുന്ന, മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന പടച്ചതമ്പുരാൻ നിഷ്കളങ്കമായ മനസ്സ് നൽകിയ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് വളരാൻ കഴിയുന്ന, ഓരോ പ്രഭാതത്തിലും ഈ കടലിലേക്ക് ഇറങ്ങി മത്സ്യബന്ധനം നടത്തുന്ന എന്റെ തൊഴിലാളികളെ, ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് റബ്ബിന്റെ അനുഗ്രഹമാണെങ്കിൽ ഇതൊന്ന് കരകവിഞ്ഞൊഴിഞ്ഞാൽ, ഇതൊന്ന് അതിരുവിട്ട് ഒഴുകിയാൽ, സഹോദരാ, നമ്മൾ വെള്ളത്തിന്റെ അടിയിലല്ലേ, നമ്മൾ സകലതും നശിച്ച് സാമ്പലാകുന്നില്ലേ. എന്നാൽ ഇങ്ങനെ ഒരു ദിനം വരാനുണ്ട് കേട്ടോ. അതേതാണ് ദിനമെന്നറിയുമോ? ലോകാവസാനം എന്ന ദിനമാണ്. ഞാൻ എന്റെ തുടക്കത്തിൽ ചൊല്ലിവെച്ച ആയത്തേതാ? 7-ാം അധ്യായം സൂറത്ത് അറാഫ് 187-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റസൂലിനോട് ചോദിക്കുന്നു എന്ന്, യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബീ. ലോകാവസാനത്തെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ, അതെപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കൂ. അതിനെപ്പറ്റിയുള്ള അറിവ് അത് രക്ഷിതാവിന്റെ അടുക്കൽ മാത്രമാണ്. പക്ഷേ ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹുവ സഖലത് ഫിസ്സമാവാതി വൽ-അർദ് ലാ തഅതീകും ഇല്ലാ ബഅതതൻ യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ് വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. അത് ആകാശങ്ങളിലും ഭൂമിയിലും ഭാരിച്ച ദിവസമാകുന്നു. പെട്ടെന്നല്ലാതെ അത് നിങ്ങളുടെ മുമ്പിൽ വരികയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കുന്നു എന്ന മട്ടിലാണ് അവർ നിന്നോട് ചോദിക്കുന്നത്. പക്ഷേ പറയുക, അതിനെക്കുറിച്ച് അധികം ആളുകളും അശ്രദ്ധരാണ്. ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ സഹോദര. ലോകാവസാനത്തിന് മുമ്പ് അങ്ങനെ ഒരു സംഭവ വികാസത്തിന്റെ ചെറിയ രൂപങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുമ്പോ, അഥവാ മുലകുടിക്കുന്ന മാതാവ് തന്റെ കുഞ്ഞിനെ മാറിൽ നിന്ന് വലിച്ചെറിഞ്ഞു ഓടുകയാണ്. ഗർഭത്തിലുള്ള ആ ഗർഭാവസ്ഥയിലുള്ള ശിശുവിന് മാസം തികയുന്നതിന് മുമ്പ് ഈ ഇടിനാദത്തിന്റെ ശക്തി കൊണ്ട്, ലോകാവസാനത്തിന്റെ പ്രകമ്പനം കൊണ്ട് ഓരോ ഉമ്മമാരും പ്രസവിക്കുകയാണ്. ജനങ്ങൾ മത്തുപിടിച്ചവരായി നിനക്ക് കാണാം. അല്ലാഹു പറയുന്നു, വമാഹും ബിസുഖാറാ, അവരാടി ഉലഞ്ഞു വീഴുന്നത്, തട്ടിത്തടഞ്ഞു ഉരുണ്ടുപോകുന്നത് കള്ളു കുടിച്ചിട്ടല്ല, ലഹരി ഉപയോഗിച്ചത് കൊണ്ടല്ല. വലാകിന്ന അല്ലാഹു തആല പറയുകയാണ്, വലാകിന്ന അദാബല്ലാഹി ശദീദ്, പടച്ചതമ്പുരാന്റെ ശിക്ഷ അതികഠിനമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ലോകാവസാനമെന്ന അതിഭയാനകരമായ ലോകം അത് വരാൻ പോകുന്നതാണ്. അതിന് നാം വിദൂരമായി കാണേണ്ടതില്ല. ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി റസൂലുള്ളാഹി പറഞ്ഞത് അഗ്നിപർവ്വതങ്ങൾ അടിക്കടി ഉണ്ടാകുമെന്നാണ്. സുനാമികൾ യഥാർത്ഥത്തില് ഈ രൂപത്തിൽ ഓളങ്ങളായി വന്ന് കടലൊന്ന് കരകവിഞ്ഞുമ്മ വെച്ചപ്പോൾ ലക്ഷങ്ങളല്ലേ മരിച്ചു വീണത്. അതുകൊണ്ട് കണ്ണ് തന്ന, കാത് തന്ന, കൽബ് തന്ന, ഭംഗിയുള്ള ആരോഗ്യമുള്ള ശരീരം തന്ന യുവാക്കളെ ശിർക്ക് ചെയ്ത്, കുടിച്ച്, മദ്യപിച്ച്, ആനന്ദിച്ച്, സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി ഈ രൂപത്തിൽ പൈശാചിക ലഹരിയിൽ ജീവിക്കേണ്ടതില്ല. ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു സുനാമി വരുന്നില്ല? എന്തുകൊണ്ട് ഈ കടല് ഈ ഒരു തെങ്ങിന്റെ ഉയരത്തിലേക്ക് അടിച്ചു കയറി ഇവിടെ നശിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ധിക്കാരമാണ്. കാരണം എന്താണ്? അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ ആശയം സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അഥവാ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഒരു നാട്ടിലുണ്ടായിരിക്കെ ആ നാടിനെ അല്ലാഹു പെട്ടെന്ന് വിഴുങ്ങൂല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ രൂപത്തില് ബിൽഡിങ്ങുകൾ തകർന്ന്, കടലുകൾ കരകവിഞ്ഞ്
കവിഞ്ഞൊഴുകി ആകാശമേലാപ്പുകൾ നിടിനാദങ്ങൾ മുഴങ്ങിക്കൊണ്ട് നശിച്ച് തരിപ്പണമായി തകർന്നു പോകുന്ന ഈ ഭൂമിയിലെ ചിത്രം നാം കാണുന്നില്ലേ? ഇതുപോലെയുള്ള അവസ്ഥാവിശേഷങ്ങൾ ഇവിടെ വരാത്തത് ഞങ്ങളുടെ ആരോഗ്യം കൊണ്ടാണെന്ന് അഹങ്കരിക്കല്ല സഹോദര. ഞാൻ എന്റെ തുടക്കത്തിൽ ചൊല്ലിവെച്ച ഒരു കവിതയുണ്ടല്ലോ, വാചകന്റെ വാചകങ്ങളാണതെന്താ? ലൗലാ ശയൂഖുൻ ലില്ലാഹി റുഖവൻ وسبية من اليتامى رضوا ومهملات الفلاتير رتوا صبوا عليكم عذاب الأوجو لولا شيوخ لله رقوا. ഈ ശബ്ദമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാതിങ്ങോട്ട് തരണേ, രണ്ട് കണ്ണും സ്ക്രീനിലേക്ക് കൊടുക്കണേ. ഈ പറയുന്ന വിഷയമാണ് അടിസ്ഥാനം. ഇത് നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷിയായി വരുന്നതാണ്. ഇപ്പറഞ്ഞ ഞാനോ കേട്ട നിങ്ങളോ നിങ്ങളെ പിന്തിരിപ്പിച്ചവരോ ചിന്താ തെറ്റായ കാര്യങ്ങൾ ഉപദേശിക്കുന്നവരോ എല്ലാവരും ലക്കതി ചോദിച്ചുപോലെ അള്ളാന്റെ കോടതിയിൽ ഒറ്റക്കൊറ്റക്ക് വിചാരണയ്ക്ക് വരുന്ന ദിനം വരാനുണ്ട് സഹോദര. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് വിദ്വേഷമോ വെറുപ്പോ ഏതെങ്കിലും വിഭാഗത്തെ തേജോധം ചെയ്യാനോ അല്ല കേട്ടോ. മരിച്ച് കത്തിച്ചൊലിക്കുന്ന നരകത്തിലകപ്പെടുന്ന ഭയാനകരമായ ശിക്ഷയാകുന്നു ശിർക്ക് എന്ന പാപം. അത് പല വഴികളായി മുസ്ലിം ഉമ്മത്തിൽ ലയിച്ചു ചേർന്നു. അതിനെ കൃത്യമായി ശുദ്ധീകരിച്ച് മൻ ഖാല ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. അത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ സാധിക്കണമെങ്കിൽ ശിർക്കിൽ നിന്ന് മുക്തമായ ജീവിതമുണ്ടാകണം, അനാചാരത്തിൽ മുക്തമായ ജീവിതമുണ്ടാകണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കൃത്യമായി കൊണ്ട് കവികൾ പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഇവിടെ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് അവനെ ആരാധിക്കുന്ന വൃദ്ധന്മാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ലൗലാ ശയൂഖുൻ ലില്ലാഹി റുഖവൻ, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഇബാദത്തിൽ വീഴുന്ന ഒരുപാട് വല്ലിപ്പമാർ നമുക്കുണ്ട് സഹോദര. ഒരുപാട് വല്യമ്മമാർ നിസ്കാരപ്പായിൽ നിൽക്കുന്ന ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മേൽ ശിക്ഷ വരാത്തത്. മാത്രമല്ല വസിബിയത്തും മിനൽ യതാമാ റല്ലഹു, മുലകുടിക്കുന്ന പിഞ്ചുമക്കള് ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ വമഹ്മലാത്തിൽ ഫലാത്തി റുത്തഹു, മരുഭൂമിയിലൂടെ മേഞ്ഞു നടക്കുന്ന ആ ഉടമസ്ഥരില്ലാത്ത ഒരുപാട് കാലികൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ സഹോദര ഇവരോടൊക്കെയുള്ള കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് പടച്ച തമ്പുരാൻ നമ്മളെ ശിക്ഷിക്കാതെ പിടിച്ചു നിർത്തുകയാണ്. പക്ഷേ പടച്ചവൻ അശക്തനാണെന്ന് വിചാരിക്കണ്ട, അല്ല ഇത് കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട. ഈ അഹങ്കാരവും ഈ കിബിറും ഈ പൊങ്ങച്ചവും ഈ വിനയമില്ലാത്ത നടത്തവും റബ്ബ് കാണുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരികളെ വിളിച്ചുകൊണ്ട് കവി പറയുന്നു സുബ്ബു അലൈക്കും അദാബിൽ ഔജോ. നിന്റെ മൂർത്താവ് ഇപ്പറഞ്ഞതൊന്നുമില്ലെങ്കിൽ ശിക്ഷ വരുമായിരുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ പരഭാഗത്ത് നടക്കുന്ന ആനുകാലിക സംഭവങ്ങൾ നമുക്ക് ഈമാനുണ്ടാകണം. തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ തഈശു ഇലൽ ഫജ്രി വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സഖീമിൻ ആശ ഹീനും മിനദ് ദഹരി وكم من فتى يمشي ويصبح آمنا فقد نسجت أكفانه وهو لا يدري. കവി പറയാണ് ഈ തഖ്വ നേടിയെടുത്തോ. കാരണം എപ്പോഴാ നിന്റെ മരണം വരാന്നറിയില്ല. ആരോഗ്യമുള്ള ആളുകൾ മൂക്കിലൂടെ പൈപ്പിട്ട് നട്ടെല്ലുകൾ പൊട്ടി നിവർന്ന് നടക്കാൻ കഴിയാതെ കിടക്കുന്ന കാഴ്ച നീ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ആരോഗ്യമുണ്ട് എന്നതിനാൽ നിനക്കൊരുപാട് കാലം ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. വയോവൃദ്ധന്മാരാണ്, പെട്ടെന്ന് മരിച്ചു പോകാമെന്നും വിചാരിക്കണ്ട. അതുകൊണ്ട് നിന്നെ പൊതിയാനുള്ള കഫൻ പുടവ അടുത്ത ടെക്സ്റ്റൈൽസിലുണ്ട് എന്ന കാര്യം അറിഞ്ഞു